ഒരു ടെക്കിയായ രാഹുൽ തൻ്റെ ചിട്ടയില്ലാത്ത ജീവിത രീതികൾ കൊണ്ട് വളരെയധികം ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരികയായിരുന്നു. പല ഡോക്ടർമാരെ കണ്ട് മരുന്നുകൾ മാറി മാറി കഴിച്ചുവെങ്കിലും ഒരു താൽക്കാലിക ആശ്വാസം എന്നതിനപ്പുറം പൂർണ്ണമായ ഒരു മാറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല. ആയിടയ്ക്കാണ് ഏതോ പ്രസിദ്ധീകരണത്തിൽ പച്ചവെളുത്തുള്ളിയുടെ ഗുണങ്ങളെക്കുറിച്ച് വായിക്കാനിടയായത്. വലിയ പ്രതീക്ഷയോടെ അല്ലെങ്കിലും അത് ഒന്ന് പരീക്ഷിച്ചു നോക്കിയ രാഹുലിൻ്റെ ശരീരത്തിലുണ്ടായ മാറ്റം അവിശ്വസനീയമായിരുന്നു. അവനൊപ്പം പച്ചവെളുത്തുള്ളി പരീക്ഷിച്ച ഭാര്യ മീരയിലും അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. എന്തൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളാണ് രാഹുലിനും മീരയ്ക്കും ഉണ്ടായിരുന്നത്, അതിന് പച്ചവെളുത്തുള്ളി എങ്ങനെയാണ് പരിഹാരമായത്, അതിനുമപ്പുറം പച്ചവെളുത്തുള്ളിയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ്, പൂർണ്ണമായ ഫലം ലഭിക്കാൻ പച്ചവെളുത്തുള്ളി എങ്ങനെ ഏതൊക്കെ സമയങ്ങളിൽ കഴിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ വിശദീകരിച്ചിരിക്കുന്നു. നമ്മുടെ അടുക്കളകളിൽ സാധാരണമായി ഉള്ള വെളുത്തുള്ളി നിങ്ങൾക്ക് ഒരു പുതിയ വസ്തുവൊന്നുമായിരിക്കില്ല. പക്ഷേ ഇതുവരെ നിങ്ങൾക്കറിയാത്ത പച്ചവെളുത്തുള്ളിയുടെ അവിശ്വസനീയമായ പോഷകമൂല്യങ്ങൾ നിങ്ങളെ നിരന്തരം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്ന സത്യം ലോകത്തിൽ നടന്ന പല പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ വ്യക്തമാക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആണോ പെണ്ണോ ചെറുപ്പമോ പ്രായം ചെന്നവരോ ആയിക്കൊള്ളട്ടെ, ഈ വിവരങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഉപകാരമുള്ളതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ അറിവുകൾ നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കാം. അതിനാൽ വീഡിയോ ആദ്യാവസാനം കാണാനും ഉപകാരപ്രദം എന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ഈ ശ്രമത്തെ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൂടെ ഷെയർ ചെയ്യാനും അപേക്ഷിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും എന്നതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കൂ. ഇനി വീഡിയോയിലേക്ക്. ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ന്യൂട്രിയന്റുകൾ അടങ്ങിയിരിക്കുന്ന പച്ചവെളുത്തുള്ളിയെ ഒരു സൂപ്പർ ഫുഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 3 ഗ്രാം വരെ ഭാരമുള്ള ഒരു വെളുത്തുള്ളി അല്ലിയിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻ സി, വൈറ്റമിൻ B6, മാംഗനീസ്, ഡയറ്ററി ഫൈബർ, കാൽസ്യം, അയൺ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സെലനിയം തുടങ്ങിയ പോഷകങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നു. ഇവ കൂടാതെ വെളുത്തുള്ളിയിൽ വിവിധ സൾഫർ സംയുക്തങ്ങൾ, അലിസിൻ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വ്യത്യസ്തമായ ഗന്ധത്തിനും ആരോഗ്യ ഗുണങ്ങൾക്കും പ്രധാന കാരണം ഈ അല്ലിസിൻ ആണ്. വെളുത്തുള്ളി വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയാൽ സമ്പുഷ്ടമാണെങ്കിലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ ഗുണങ്ങൾ അതിലെ ജൈവശാസ്ത്രപരമായി സജീവമായ ഈ സംയുക്തങ്ങളിൽ നിന്നാണ്. വെളുത്തുള്ളി പാചകം ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ പച്ചയ്ക്ക് കഴിക്കുന്നത് മേൽപ്പറഞ്ഞ പോഷക ഗുണങ്ങൾ പൂർണ്ണമായി ലഭിക്കാനിടയാക്കുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പാചകം ചെയ്യുന്നതോടെ ഇതിലെ ചില സംയുക്തങ്ങളുടെ വീര്യം കുറഞ്ഞേക്കാം. അതുപോലെ രാത്രിയിൽ കിടക്കുന്നതിന് മുൻപായി കഴിക്കുന്നതാണ് ശരീരത്തിന് കൂടുതൽ ഗുണകരമായിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇങ്ങനെ രാത്രിയിൽ വെളുത്തുള്ളി പച്ചയ്ക്ക് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ശാരീരിക പ്രശ്നങ്ങൾക്കാണ് പച്ചവെളുത്തുള്ളി പരിഹാരമായിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കാം. 1. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിലൂടെയും LDL കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിലൂടെയും വെളുത്തുള്ളി ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഒപ്പം രക്തധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തയോട്ടം തടസ്സപ്പെടുത്തുന്നത് തടയുന്നു. അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിൽ ഒരു 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ ആസ്പിരിൻ ഗുളികകൾ കഴിക്കുന്നത് പതിവാണ്. ആസ്പിരിൻ രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കുന്നു എന്നുള്ളതിനാൽ ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത കുറയ്ക്കുന്നു എന്നുള്ളതാണ് കാരണം. എന്നാൽ പച്ചവെളുത്തുള്ളി സ്ഥിരമായി കഴിക്കുന്നതിലൂടെ രക്തത്തിൻ്റെ കട്ടി കുറഞ്ഞ് നേർത്തതാകുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഇത് രക്തം കട്ടപിടിക്കുന്നത് തടഞ്ഞ് ധമനികളിലെ രക്തഓട്ടത്തെ സുഗമമാക്കുന്നു. അതിനാൽ പച്ചവെളുത്തുള്ളിയുടെ ഉപയോഗം പതിവാക്കുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്കും അല്ലാത്തവർക്കും നിങ്ങളുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഏറ്റവും ഉത്തമവും ലളിതവുമായിട്ടുള്ള ഒരു മാർഗമാണ്. 2. മെറ്റാബോളിസം മെച്ചപ്പെടുത്തുന്നു. വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുള്ള അലിസിൻ പോലുള്ള സൾഫർ അടങ്ങിയ സംയുക്തങ്ങൾ ശരീരത്തിൻ്റെ മെറ്റാബോളിസം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഇത് ശരീരത്തെ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും കൂടുതൽ കാര്യക്ഷമമായി വിഘടിപ്പിക്കാൻ സഹായിക്കുന്ന എൻസൈമുകളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഈ മെറ്റാബോളിക് ബൂസ്റ്റ് വിശ്രമകരമായ ഉറക്കത്തിൽ പോലും കലോറി ചെലവ് വർദ്ധിപ്പിച്ചുകൊണ്ട് ശരീരഭാരം നിയന്ത്രിക്കാനും ശരീരത്തിൻ്റെ ഊർജ്ജനില നിലനിർത്താനും കാരണമാകുന്നു. 3. ശരീരത്തെ വിഷവിമുക്തമാക്കൽ. രാത്രിയിൽ പച്ചവെളുത്തുള്ളി കഴിക്കുന്നത് ശരീരത്തിലെ വിഷവിമുക്തമാക്കൽ പ്രക്രിയകളെ പിന്തുണയ്ക്കുന്നു. വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുള്ള അലിസിൻ ഉൾപ്പെടെയുള്ള സൾഫർ സംയുക്തങ്ങൾ ആഹാരത്തിലൂടെയും മറ്റും ശരീരത്തിൽ എത്തിപ്പെട്ടിട്ടുള്ള വിഷപദാർത്ഥങ്ങളെ നീക്കം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കരടിലെ എൻസൈമുകളെ ഉത്തേജിപ്പിക്കുന്നു. ഈ സംയുക്തങ്ങൾ വിഷവസ്തുക്കളെ നിർവീര്യമാക്കാനും ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാനുമുള്ള കരളിൻ്റെ കഴിവ് വർദ്ധിപ്പിക്കുന്നു.
ഇത് ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും ക്ഷേമത്തെയും പിന്തുണയ്ക്കുന്നു. നിങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് ശരീരത്തിലെ വിഷവിമുക്തമാക്കൽ പ്രക്രിയകൾ നടക്കുന്നത് എന്നതിനാൽ ഉറങ്ങുന്നതിന് മുൻപ് കഴിക്കുന്ന വെളുത്തുള്ളി ഈ പ്രക്രിയകളെ കൂടുതൽ സഹായിക്കുന്നു. 4. കൊഴുപ്പ് കത്തിക്കൽ. വെളുത്തുള്ളിയിലെ അലിസിൻ എന്ന ഘടകം കൊഴുപ്പിൻ്റെ മെറ്റാബോളിസത്തെ ഉത്തേജിപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ കൊഴുപ്പ് കോശങ്ങളുടെ രൂപീകരണം തടയുകയും ശരീരത്തിലെ ലിപ്പിഡ് അടിഞ്ഞുകൂടൽ കുറയ്ക്കുകയും ചെയ്യുന്ന സംയുക്തങ്ങൾ വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുണ്ട്. കൊഴുപ്പിൻ്റെ മെറ്റാബോളിസം വർദ്ധിപ്പിക്കുന്നതിലൂടെയും കൊഴുപ്പ് സംഭരണം തടയുന്നതിലൂടെയും രാത്രിയിൽ കഴിക്കുന്ന വെളുത്തുള്ളി ശരീരഭാരം കുറയ്ക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയും മെലിഞ്ഞ ശരീരഘടനയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. വൈകുന്നേരത്തെ ഭക്ഷണത്തിലോ സപ്ലിമെൻ്റായോ പച്ചവെളുത്തുള്ളി ഉൾപ്പെടുത്തുന്നത് നിങ്ങൾ വിശ്രമിക്കുമ്പോൾ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഫാറ്റ് ബേണിംഗ് പ്രക്രിയകളെ സുഗമമാക്കാൻ സഹായിക്കുകയും ഇത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് കാരണമാവുകയും ചെയ്യും. 5. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. വെളുത്തുള്ളി നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനത്തെ സഹായിക്കുന്ന വളരെ ശക്തമായ ഒരു ആഹാരമാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകളും സൾഫർ സംയുക്തങ്ങളും കൊണ്ട് സമ്പുഷ്ടമായ ഇത് നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയും അണുബാധകളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുകയും ചെയ്യുന്നു. ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ ദിവസവും വെളുത്തുള്ളി കഴിക്കുന്നത് സഹായിക്കും. 6. മെച്ചപ്പെട്ട ഉറക്കം. നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുന്നതിനാൽ രാത്രിയിൽ വെളുത്തുള്ളി കഴിക്കുന്നത് മികച്ച ഉറക്കത്തിന് കാരണമാകുന്നു. ശരീരത്തിന് മികച്ച വിശ്രമം ലഭിക്കുന്നതിലൂടെ ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയുന്നു. നിങ്ങളുടെ വൈകുന്നേരത്തെ ദിനചര്യയിൽ വെളുത്തുള്ളി ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ ഉറക്കത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തുകയും അതിലൂടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും സാധിക്കും. 7. ദഹന ആരോഗ്യം. ദഹന വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിലൂടെയും ഭക്ഷണം ദഹിപ്പിക്കാൻ സഹായിക്കുന്നതിലൂടെയും വെളുത്തുള്ളി ശരീരത്തിൻ്റെ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു. ഇത് വയറുവേദന, ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾ ലഘൂകരിക്കും. കൂടാതെ ഇതിൻ്റെ പ്രീബയോട്ടിക് ഗുണങ്ങൾ കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ പിന്തുണയ്ക്കുകയും ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഹെൽത്തിന് കാരണമാവുകയും ചെയ്യുന്നു. 8. ഭാരനിയന്ത്രണം. വെളുത്തുള്ളി മെറ്റാബോളിസം വർദ്ധിപ്പിച്ച് വിശപ്പ് നിയന്ത്രിക്കുന്നതിലൂടെ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ഇതിലെ സംയുക്തങ്ങൾ ഊർജത്തിൻ്റെ ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് വഴി ശരീരത്തിൽ അധികമായി ഉണ്ടാകുന്ന കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ വെളുത്തുള്ളിയുടെ വിശപ്പ് കുറയ്ക്കുന്ന ഘടകങ്ങൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ആരോഗ്യകരമായ കലോറി ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. 9. ചർമ്മ ആരോഗ്യം. വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ചർമ്മത്തിൻ്റെ ആരോഗ്യം ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. കാരണം ഇത് ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുകയും അകാല വാർദ്ധക്യം തടയുകയും ചെയ്യുന്നു. ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ മുഖക്കുരുവിനും മറ്റ് ചർമ്മ അണുബാധകൾക്കും പരിഹാരമാകുന്നു. രാത്രിയിൽ വെളുത്തുള്ളി കഴിക്കുന്നത് ശരീരത്തെ വിഷവിമുക്തമാക്കാൻ സഹായിക്കുന്നതിലൂടെ ചർമ്മത്തിന് തിളക്കം നൽകുകയും ചെയ്യുന്നു. കൂടാതെ വെളുത്തുള്ളി രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ചർമ്മത്തിലേക്ക് പോഷകങ്ങളുടെ മികച്ച വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇത് ആരോഗ്യകരവും തിളക്കമുള്ളതുമായ ചർമ്മം നൽകുന്നു. 10. ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ. വെളുത്തുള്ളിക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള നിരവധി ഗുണങ്ങൾ ഉള്ളതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെയും വ്യാപനത്തെയും തടയാനുള്ള സവിശേഷ കഴിവ് വെളുത്തുള്ളിക്ക് ഉണ്ട് എന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ആമാശയത്തിലെയും വൻകുടലിലെയും ക്യാൻസറിനെ തടയാൻ പച്ച വെളുത്തുള്ളിയുടെ സ്ഥിരമായ ഉപയോഗം കൊണ്ട് സാധിക്കുന്നതാണ്. 11. രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം. രാത്രിയിൽ വെളുത്തുള്ളി കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിച്ചേക്കാം. വെളുത്തുള്ളി ഇൻസുലിൻ സംവേദനത്തെ വർദ്ധിപ്പിക്കുകയും ഗ്ലൂക്കോസ് മെറ്റാബോളിസം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് രാത്രിയിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്തും. പ്രമേഹമോ പ്രീ ഡയബറ്റിസോ ഉള്ള വ്യക്തികൾക്ക് ഈ നിയന്ത്രണം പ്രത്യേകിച്ചും ഗുണം ചെയ്യും. കാരണം ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ പെട്ടെന്നുള്ള വർധനവ് തടയാനും സന്തുലിതമായ ഗ്ലൂക്കോസ് അളവ് നിലനിർത്താനും മൊത്തത്തിലുള്ള മെറ്റബോളിക് ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. 12. വായുടെ ആരോഗ്യം. വെളുത്തുള്ളി രുചി വർദ്ധിപ്പിക്കുന്നതിന് മാത്രമല്ല വായുടെ ആരോഗ്യത്തിനുള്ള ഒരു പ്രകൃതിദത്ത പരിഹാരവുമാണ്. ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ വായിലെ ദോഷകരമായ ബാക്ടീരിയകളെ ചെറുക്കാൻ സഹായിക്കുന്നു. മോണരോഗം, പല്ല് ക്ഷയം, വായ്നാറ്റം എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു. വെളുത്തുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയോ വെളുത്തുള്ളി ചേർത്ത മൗത്ത് വാഷ് ഉപയോഗിക്കുകയോ ചെയ്യുന്നത് വായുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു. 13. ലൈംഗിക ആരോഗ്യം. പുരുഷ ലൈംഗിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ വെളുത്തുള്ളിക്ക് കഴിയും. ഇത് ഉദ്ധാരണ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം നൽകുന്നു. രക്തചംക്രമണം വർദ്ധിപ്പിക്കാനുള്ള അതിൻ്റെ സ്വാഭാവിക കഴിവ് ഉദ്ധാരണക്കുറവ് പരിഹരിക്കാനും ലൈംഗിക താൽപ്പര്യങ്ങൾ വർദ്ധിപ്പിക്കാനും സഹായിക്കും.
അതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിനും വെളുത്തുള്ളി നല്ലതാണ്. പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള സാധ്യത ഇത് കുറയ്ക്കുന്നു. ഇതിന്റെ ആന്റി കാർസിനോജനിക് ഗുണങ്ങൾ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 14. സ്ത്രീകളിലെ ഹോർമോൺ ബാലൻസ്. സ്ത്രീകളിലെ ഹോർമോൺ ബാലൻസ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന സംയുക്തങ്ങൾ വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുണ്ട്. ഹോർമോൺ അസന്തുലിതാവസ്ഥ, ക്രമരഹിതമായ ആർത്തവചക്രം, PMS ലക്ഷണങ്ങൾ, ആർത്തവവിരാമ ലക്ഷണങ്ങൾ തുടങ്ങിയ വിവിധ പ്രശ്നങ്ങൾക്ക് വെളുത്തുള്ളി പരിഹാരമാവും. പച്ചവെളുത്തുള്ളിയിൽ കാണപ്പെടുന്ന സൾഫർ അടങ്ങിയ സംയുക്തമായ അല്ലിസിന് ഹോർമോൺ അളവ് ക്രമീകരിക്കാനും ഹോർമോൺ ബാലൻസ് നിലനിർത്താനുമുള്ള കഴിവുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന മലബന്ധം, വയറുവീർക്കൽ തുടങ്ങിയ അസ്വസ്ഥതകൾ ലഘൂകരിക്കാൻ പരമ്പരാഗതമായി പച്ചവെളുത്തുള്ളി ഉപയോഗിച്ചു വരുന്നു. ചില സ്ത്രീകൾക്ക് ആർത്തവ ചക്രത്തിൽ ഉള്ള പ്രശ്നങ്ങൾക്ക് പച്ചവെളുത്തുള്ളി കഴിക്കുന്നതിലൂടെ ആശ്വാസം ലഭിക്കുന്നു. ഇതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും രക്തചംക്രമണം പ്രോത്സാഹിപ്പിക്കാനുള്ള കഴിവുമാണ് ഇതിന് കാരണം. ഇതുകൂടാതെ അസ്ഥികൾ ദുർബലമാകുന്ന ഒരു അവസ്ഥയായ ഓസ്റ്റിയോപൊറോസിസ് സ്ത്രീകളിൽ പ്രത്യേകിച്ച് ആർത്തവ വിരാമത്തിനു ശേഷം കൂടുതലായി കാണപ്പെടുന്നു. അസ്ഥികളുടെ ആരോഗ്യത്തിൽ ഒരു പങ്കുവഹിക്കുന്ന മാംഗനീസ്, വിറ്റാമിൻ B6 തുടങ്ങിയ പോഷകങ്ങൾ വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുണ്ട്. പൊതുവെ സ്ത്രീകളിൽ പച്ചവെളുത്തുള്ളി നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുമെങ്കിലും ഓരോരുത്തരിലും ഇത് വ്യത്യാസപ്പെട്ടിരിക്കാം. ചില സ്ത്രീകൾക്ക് പച്ചവെളുത്തുള്ളി വളരെ രൂക്ഷമാണെന്ന് തോന്നിയേക്കാം, അല്ലെങ്കിൽ പച്ചയായി കഴിക്കുമ്പോൾ ദഹന സംബന്ധമായ അസ്വസ്ഥത അനുഭവപ്പെട്ടേക്കാം. രാത്രി ഭക്ഷണത്തിൽ വെളുത്തുള്ളി എങ്ങനെ ഉൾപ്പെടുത്താം? 1-2 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചതച്ച ശേഷം കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് മിനിറ്റ് നേരം വെച്ചിരിക്കുന്നത് വെളുത്തുള്ളിയുടെ ആരോഗ്യ ഗുണങ്ങൾക്ക് കാരണമാകുന്ന സംയുക്തമായ അലിസിൻ പ്രവർത്തനക്ഷമമാകുന്നതിന് സഹായിക്കും. പച്ചവെളുത്തുള്ളിയുടെ രുചി വളരെ രൂക്ഷമായി തോന്നുകയാണെങ്കിൽ ചെറിയ ചതച്ച കഷണങ്ങൾ വെള്ളത്തിൽ ചേർത്ത് ഒരു ഗുളിക പോലെ വിഴുങ്ങാം. ശക്തമായ രുചി മറയ്ക്കാനും കൂടുതൽ രുചികരമാക്കാനും ചതച്ച വെളുത്തുള്ളി 1 ടീസ്പൂൺ തേനുമായി ചേർത്ത് കഴിക്കാം. ഇതുകൂടാതെ ചതച്ച വെളുത്തുള്ളി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തേനോ നാരങ്ങാ നീരോ ചേർത്തും കഴിക്കാം. ഇങ്ങനെ നിങ്ങളുടെ രാത്രി ഭക്ഷണത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ സപ്ലിമെന്റായോ പച്ചവെളുത്തുള്ളി പതിവായി കഴിക്കുന്നത് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇതിനെ സംബന്ധിച്ച നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റിൽ വ്യക്തമാക്കൂ. വീഡിയോ വിജ്ഞാനപ്രദമായി തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.